നമസ്കാരം. നവരാത്രി എന്ന് കേൾക്കുമ്പോൾ നമ്മളിൽ പലർക്കും നിരവധി ചോദ്യങ്ങളാണ് മനസ്സിലേക്ക് വരിക. എന്താണ് നവരാത്രി? എന്തിനാണ് ഇത് ആചരിക്കുന്നത്? ഈ 9 ദിവസങ്ങളിലും ദേവിയെ എന്തെല്ലാം ഭാവങ്ങളിലാണ് ആരാധിക്കുന്നത്? ദിവസേന നടക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്തൊക്കെയാണ്? വിജയദശമിയോടൊപ്പം നവരാത്രിയുടെ യാഥാർത്ഥ്യം എന്താണ്? ഈ ചോദ്യങ്ങൾ പലർക്കും ഉണ്ടാകാം. അതിനാലാണ് ഈ വീഡിയോയിൽ നമ്മൾ ഒരുമിച്ച് നവരാത്രിയുടെ ആരംഭം മുതൽ അവസാനം വരെ ദേവിയുടെ 9 ഭാവങ്ങളും ഓരോ ദിവസത്തെ ആരാധനാ രീതികളും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആഴത്തിലുള്ള സന്ദേശങ്ങളും ലളിതമായി മനസ്സിലാക്കുന്നത്. അതിനു മുൻപായി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അമ്മേ നാരായണ എന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. എന്താണ് നവരാത്രി എന്നത് നോക്കാം. നവരാത്രി എന്നത് 9 ദിവസങ്ങളിലായി ദേവിയെ ആരാധിക്കുന്ന ഒരു വലിയ ഉത്സവമാണ്. ഇക്കാലത്ത് ദേവിയുടെ 9 ഭാവങ്ങളെ പ്രത്യേകം ദിവസങ്ങളിൽ ആരാധിക്കുന്നുണ്ട്. ഭക്തിയും പൂജകളും വഴി ദേവിയുടെ അനുഗ്രഹം നേടുക, ജീവിതത്തിൽ ധൈര്യം, ജ്ഞാനം, ശക്തി എന്നിവ നേടുക എന്നതാണ് നവരാത്രിയുടെ മുഖ്യ സാരാംശമായി കരുതുന്നത്. എന്തിനാണ് ഈ നവരാത്രി മഹോത്സവം ആചരിക്കുന്നത്? നവരാത്രി ദുഷ്ടതയെ കീഴടക്കി സത്യവും ധർമ്മവും ജയിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. മഹിഷാസുരനെ തോൽപ്പിച്ച ദുർഗാദേവിയുടെ വിജയസ്മരണയ്ക്കായി ഭക്തർ നവരാത്രി ആചരിക്കുന്നു. ഈ ഉത്സവം നമ്മെ ആത്മവിശ്വാസത്തോടെ ജീവിക്കുവാനും നല്ലതിനെ പിന്തുടരുവാനും ദൈവിക ശക്തിയിൽ വിശ്വാസം പുലർത്തുവാനും പ്രേരിപ്പിക്കുന്നു. നവരാത്രി ദിവസത്തിലെ 9 ദിവസങ്ങളുടെയും ഭാവങ്ങളും ആചാരങ്ങളും എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാം ദിവസം ശൈലപുത്രി ദേവിയായിട്ടാണ് ദേവിയെ കണക്കാക്കുന്നത്. പർവ്വതരാജനായ ഹിമവാന്റെ മകളായി കണക്കാക്കുന്നു. ധൈര്യം, സ്ഥിരത, ജീവിതത്തിലെ പുതിയ തുടക്കം എന്നിവയ്ക്ക് വേണ്ടി ദേവിയെ ആരാധിക്കുന്നു. ആചാരമെന്ന് പറയുന്നത് കലശം സ്ഥാപിച്ച് ഈ ദിവസം ദേവിയെ ആരാധിക്കാനായി തുടങ്ങുന്നു. ദേവിക്ക് വെള്ളപ്പൂക്കൾ, ചന്ദനം, വിളക്ക് തെളിയിച്ച് പൂജ എന്നിവയോടൊപ്പം തന്നെ ഉപവാസം ആരംഭിക്കുകയും ചെയ്യുന്നു. രണ്ടാം ദിവസം ബ്രഹ്മചാരിണി ദേവിയായി ദേവിയെ ആരാധിക്കുന്നു. ആത്മനിയന്ത്രണത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ദേവിയെ കണക്കാക്കുന്നത്. വ്രതം, ഭക്തി, സഹിഷ്ണുത എന്നീ ഗുണങ്ങളൊക്കെ ഈ ദിവസം നമ്മളിൽ സിദ്ധിക്കുന്നതാണ്. ആചാരം ദേവിക്ക് പൂക്കൾ സമർപ്പിക്കുന്നു. പിന്നെ സസ്യാഹാരം പോലെയുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു. ദേവി മഹാത്മ്യമൊക്കെ പാരായണം ചെയ്യുന്നു. ഇതൊക്കെയാണ് രണ്ടാം ദിവസത്തെ പ്രത്യേകതകൾ. മൂന്നാം ദിവസം ദേവിയെ ചന്ദ്രകണ്ഠ ദേവിയായി ആരാധിക്കുന്നു. ശാന്തിയും ശക്തിയും ഒരുമിച്ച് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ദിവസം ദേവിയെ ആരാധിക്കുന്നത്. ധൈര്യം, സമാധാനം എന്നിവയാണ് ഈ ദിവസത്തെ ആരാധന കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. വിളക്ക് തെളിയിച്ച് അർപ്പിക്കുകയും ദേവിക്ക് അരി, പാല്, തേൻ, പഴം എന്നിവ നേർച്ചയായും നൽകുന്നു. നെഗറ്റീവ് ശക്തികളെ നീക്കുവാനുള്ള പ്രാർത്ഥനയാണ് ഇന്ന് നടത്തുന്നത്. നാലാം ദിവസം ദേവിയെ കുഷ്മാണ്ഡ ദേവിയായി കണക്കാക്കുന്നു. സർവ സൃഷ്ടിയുടെയും ഉത്ഭവം എന്ന ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത്. സന്തോഷത്തിനും ശക്തിക്കും എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് ദേവിയെ ഈ ദിവസം നമ്മൾ ആരാധിക്കുന്നത്. ദേവിക്ക് പുഷ്പാർച്ചനയും വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കുകയും കുടുംബത്തിൻ്റെ സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാവുന്നതാണ് ഈ ദിവസം. അഞ്ചാം ദിവസം സ്കന്ദമാതാ ദേവിയായി കണക്കാക്കുന്നു. ഭാവം കാർത്തികേയൻ്റെ അമ്മ, മാതൃത്വത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ദിവസം ദേവിയെ ആരാധിക്കുന്നത്. സ്നേഹം, കരുണ, സംരക്ഷണം എന്നിവയാണ് ഈ ദിവസം നമുക്ക് ലഭിക്കുന്നത്. ഈ ദിവസം ദേവിക്ക് വെള്ളപ്പൂക്കൾ സമർപ്പിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് മുല്ലപ്പൂ പോലെയുള്ള വെളുത്ത പുഷ്പങ്ങൾ. ബാല്യവും മാതൃത്വവും അനുഗ്രഹിക്കാൻ പൂജ ചെയ്യുക. കുടുംബത്തിലെ
കുട്ടികൾക്കായി പ്രാർത്ഥന നടത്തുക. 6-ാം ദിവസം കാർത്യായനി ദേവിയായാണ് ദേവിയെ ആരാധിക്കുന്നത്. മഹിഷാസുരനെ നശിപ്പിച്ച യോദ്ധാവായി ദേവിയെ ആരാധിക്കുന്നു. നീതി, ധൈര്യം, ശക്തി എന്നിവയൊക്കെയാണ് ഈ ദിവസം ദേവിയെ ആരാധിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ. പെൺകുട്ടികൾക്ക് വേണ്ടി കുമാരി പൂജ പോലെയുള്ള പ്രത്യേക പൂജകൾ നടത്തുന്നത് നല്ലതാണ്. പെൺകുട്ടികളെ ദേവിയായി കരുതി ഭക്ഷണവും വസ്ത്രവും നൽകുന്നതും നല്ലതാണ്. 7-ാം ദിവസം കാലരാത്രി ദേവിയായി കരുതുന്നു. ഇരുട്ട് നീക്കി പ്രകാശം നൽകുന്ന രൂപത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത്. അന്ധകാരം, അജ്ഞാനം, ഭയം എന്നിവ നശിപ്പിക്കാൻ ഈ ദിവസത്തെ ആരാധനയിലൂടെ സാധിക്കുന്നതാണ്. ഭയവും കഷ്ടതകളും മാറുവാൻ വേണ്ടി ഈ ദിവസം പ്രാർത്ഥിക്കാവുന്നതാണ്. നെഗറ്റീവ് ശക്തികൾക്കെതിരായ മന്ത്രങ്ങൾ ചൊല്ലുന്നതും ഈ ദിവസത്തിലൂടെ നല്ല ഫലം തന്നെ കിട്ടുന്നതാണ്. 8-ാം ദിവസം ദേവിയെ മഹാഗൗരി ദേവിയായി കണക്കാക്കുന്നു. ഈ ദിവസത്തെ ഭാവം പരിശുദ്ധിയും സൗന്ദര്യവുമാണ്. ക്ഷമ, സത്യസന്ധത, നിർമ്മലത എന്നിവയൊക്കെ ഈ ദിവസം ആരാധിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ദേവിക്ക് വെള്ളപ്പൂവ്, പാൽപ്പായസം, തേൻ. സ്ത്രീകൾ സൗന്ദര്യത്തിനും വിവാഹ സൗഭാഗ്യത്തിനുമായി ദേവിയെ ഈ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. പൂജയ്ക്ക് ശേഷം വ്രതം ചെയ്യുന്നവർക്ക് പാരായണവും ആകാവുന്നതാണ്. 9-ാം ദിവസം ദേവിയെ സിദ്ധിദാത്രി ദേവിയായി ആരാധിക്കുന്നു. സിദ്ധികളും ജ്ഞാനവും അനുഗ്രഹിക്കുന്ന ദേവിയാണ് ദേവിയുടെ ഭാവം. വിജയം, ആത്മജ്ഞാനം, സമ്പത്ത് എന്നിവയാണ് ഈ ദിവസം ദേവിയെ ആരാധിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ. പൂജയ്ക്ക് ശേഷം ഹോമവും നടത്തുന്നു. ബാലികാ പൂജ, കുമാരി പൂജ എന്നിവയൊക്കെ വ്യാപകമായിട്ട് നടത്തുന്നു. ഭക്തർ കലശപൂജ പൂർത്തിയാക്കി ദേവിയോട് അനുഗ്രഹം തേടുന്നു. പിന്നീട് വിജയദശമി ദിനത്തിൽ ആയുധപൂജയും വിദ്യാരംഭവും നടത്തുന്നു. കുട്ടികൾക്ക് ആദ്യാക്ഷരമായി അക്ഷരം എഴുതിക്കുന്ന ചടങ്ങ് കേരളത്തിലേറെ പ്രസിദ്ധമാണ്. പഠനത്തിനും കലയ്ക്കുമായി പുസ്തകങ്ങളും ഉപകരണങ്ങളും പൂജ വയ്ക്കുന്ന ചടങ്ങും ഇതോടുകൂടി നടക്കുന്നു.